എല്ലാവർക്കും ചാരുപടുക്കളയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. നമ്മളിപ്പോൾ പലതരത്തിലുള്ള കേക്കുകൾ കഴിക്കാറുണ്ട്, അതുപോലെ ഉണ്ടാക്കി നോക്കാറുമുണ്ട്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് ഹെൽത്തി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ അത്ര തന്നെ ടേസ്റ്റും ഉള്ള ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ്. അധികം ആരും ഇത് പരീക്ഷിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് കേക്ക് ഉണ്ടാക്കുവാനായിട്ട് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ ആണ് വേണ്ടത്. ഞാനിന്ന് 1 കപ്പിനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ 2 മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് 1/2 കപ്പോളം പാൽ എടുക്കാവുന്നതാണ്. പിന്നെ 3/4 കപ്പ് ഓയില്, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചസാര പൊടിച്ചതും 3/4 കപ്പ്, അതുപോലെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, പട്ടേന്റെ പൊടി ഉപയോഗിക്കുന്നുണ്ട് സിനമണ്ടത്, അതും 1/4 ടീസ്പൂൺ. പിന്നെ നമ്മുടെ മെയിൻ സാധനം ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്, അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. 1/2 കപ്പോളം ഡേറ്റ്സ്, കുറച്ച് കാഷ്യൂസ് ഞാൻ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാരമൽ സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പോളം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 1/2 കപ്പോളം നല്ല ചൂട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് കാരമൽ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇപ്പൊ തന്നെ വെള്ളം ഒഴിക്കുകയല്ല ചെയ്യുന്നത്, കാരമൽ ഉണ്ടാക്കി എടുക്കുന്നത്. ഇനി ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ജസ്റ്റ് സ്വേൾ ചെയ്ത് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ, ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കരിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകുന്നത്. നമ്മുടെ പഞ്ചസാര നന്നായി തന്നെ ഉരുകി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മുടെ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ 1 മിനിറ്റും കൂടെ നന്നായി തിളപ്പിച്ചെടുത്തു കേട്ടോ. അപ്പൊ അത്രയും മതിയാവും. ഇനി തണുക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സോസ് കറക്റ്റ് പാകമായിട്ടുണ്ടാകും. നമുക്കിനി ക്യാരറ്റും ഡേറ്റ്സും കാഷ്യൂനട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആ മിക്സ് ചെയ്തതിന്റെ കൂട്ടത്തിൽ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും കൂടെ ചേർത്ത് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കാൻ. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിലേക്ക് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടിയിൽ പോയി സെറ്റിൽ ആവാതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അടിയിൽ മാത്രമായി പോകും. നമ്മുടെ ഇത് എല്ലായിടത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വെച്ചിട്ട് വേണം ബാറ്ററിനെ മിക്സ് ചെയ്തെടുക്കാൻ. ഇന്നും ഞാൻ ഓവൻ ഇല്ലാതെയാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഓവൻ ഇല്ലാണ്ടാവുമ്പോൾ എല്ലാവർക്കും ചെയ്യാമല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ ഞാനിതൊരു പാത്രം വെച്ചിട്ടുണ്ട്, അത് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റോടെ നമുക്ക് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യമായിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ മുട്ട പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല ക്രീമി ആവുന്ന വരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ബീറ്റർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മിക്സിയിലാണെങ്കിലും നല്ല ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റോളം അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പം ഞാൻ ബീറ്റർ വെട്ടാൻ ചെയ്യുന്നത്. നമ്മുടെ ബാറ്റർ ഇപ്പൊ നല്ല ക്രീമി ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഓഫ് ആക്കാം. ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയിരുന്നു, വാനില എസൻസ്. നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കണം. അപ്പം നമ്മുടെ മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ സിനമൺ പൗഡർ, ഇത് 4ഉം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഒരു 2 പ്രാവശ്യം അരിച്ചെടുത്താലും നല്ലതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആദ്യത്തെ മിക്സിലേക്ക് നമ്മുടെ മൈദയുടെ ഒക്കെ മിക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ബീറ്റർ ഉപയോഗിക്കേണ്ട, നമുക്ക് കൈവച്ച് തന്നെ ഒരു സ്പൂൺ വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കാരമൽ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരത്തെ ഒഴിച്ചിരുന്നു, ബാക്കിയും കൂടെ നമുക്ക് ചേർത്തിട്ട് മുഴുവനായിട്ട് അത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബീറ്റർ ഒന്നും യൂസ് ചെയ്യരുത്, അല്ലാണ്ട് കൈവച്ച് തന്നെ നമ്മുടെ ഫോൾഡ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം.
നമ്മുടെ ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റും ഡേറ്റ്സും കാഷ്യൂ നട്ട്സും കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ മിക്സർ ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. നന്നായിട്ട് മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ആവുന്ന രീതിയിൽ വേണം ചെയ്യാൻ. നമ്മളിനി ബേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലും സൈഡിലൊക്കെ ആയിട്ട് ബേക്കിംഗ് പേപ്പറും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബട്ടറും കൂടെ തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ കേക്കിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു 3/4 ഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ടിൻ എടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എയർ ബബിൾസ് ഒക്കെ പോകുന്നതാണ്. എന്നിട്ട് വേണം നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാൻ. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ നേരത്തെ പ്രീഹീറ്റ് ചെയ്തിരുന്ന പാത്രത്തിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലേക്കായിട്ടാണ് ഞാൻ നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ച് കൊടുത്തത്. ഇനി നമുക്കിത് മൂടി വെച്ചൊരു 45 മിനിറ്റോളം വേവിച്ചെടുക്കാം. ചിലപ്പോൾ കൂടിയോ കുറഞ്ഞോ വരാം. അതുപോലെ തീ വെക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കത് തുറന്നു നോക്കാം. ഏകദേശം 50-55 മിനിറ്റിനോളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ഈർക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കാം. ആ കുത്തി നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് മാവൊക്കെ പറ്റി പിടിച്ചിരിക്കും. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി തണുക്കാൻ വെക്കാം. നമ്മുടെ കേക്ക് ഇപ്പം നന്നായി തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഡിമോൾഡ് ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് സൈഡിലുള്ളയും അടിയിലുള്ളയും ബേക്കിംഗ് പേപ്പറൊക്കെ ഒന്ന് മാറ്റി കളയാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് നല്ല സോഫ്റ്റ് ആണ്. ഇനി മുറിച്ചും കൂടി നമുക്ക് നോക്കാം. അടിപൊളിയായിരിക്കുന്നതാണ് തോന്നുന്നത്. ഞാൻ കുറച്ച് കാഷ്യൂ നട്ടൊക്കെ മേലെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആണ് കണ്ടോ. അപ്പൊ നമ്മുടെ ഈ സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇതേ അളവിൽ ചെയ്യുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്യാരറ്റ് ഡേറ്റ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പ്ലം കേക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും ഇഷ്ടപ്പെടും. കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അല്ലാണ്ട് ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.